ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, താത്ത എങ്ങനെയാണ് താത്ത ഇത്ര പെട്ടെന്ന് ഫുൾ മോണിയായതും ചാനൽ ഇത്രയും സബ് കയറിയതും എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ലൈവിലെല്ലാവരും വന്ന് ചോദിക്കണം കേട്ടോ. ആദ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാനിങ്ങനെ കടയിൽ ഇങ്ങനെ ഓരോ ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കടയിലത്തെ ചേച്ചിയുടെ കുട്ടി പറഞ്ഞു, അംലാൻറ്റി ഏത് ഞങ്ങൾ എന്തോ കണ്ടുകൊണ്ടിരുന്നേന്ന് ഞങ്ങൾ രണ്ടാളും ഇളയ കുട്ടി എന്തോ കണ്ടു, നമ്മളാൻറ്റി നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വെച്ചു. ഞാൻ മൂത്തോൻ പറഞ്ഞു, അവർ ആൻറ്റി എന്നാണ് എന്നെ വിളിക്കുക, അംലാൻറ്റി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇതിനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ 1000 സബ്ബായാൽ നമ്മൾക്ക് ക്യാഷ് കിട്ടുമെന്നു. സത്യം പറഞ്ഞാൽ 1000 സബും 3000 വാച്ചവറും ആയാൽ നമുക്ക് കാശ് കിട്ടുന്നുണ്ട്. വേറെ ഇതിനെ കുറിച്ചിട്ട് അന്തോ കുന്തോ ഒന്നും അറിയാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തുടങ്ങി. അവരെനിക്ക് കാണിച്ചു തന്നു. പിന്നെ ആദ്യത്തെ വീഡിയോസൊക്കെ അവരെനിക്ക് അപ്ലോഡ് ചെയ്തു തന്നു. ഇങ്ങനെ റംലാൻറ്റി ചെയ്യുന്ന എനിക്ക് 2-3-4 വട്ടം അവർ കാണിച്ചു തന്നതിൻ്റെ ശേഷമാണ് പിന്നെ എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. എല്ലാവരും ലൈവിൽ പോയിട്ട് നമ്മൾ എന്നെ പിന്നെ ഇവിടെ കടയിൽ വരുന്നവരെ കൊണ്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. ഇപ്പോഴൊന്നും ചെയ്യിപ്പിക്കാറില്ല. ആദ്യത്തെ കാര്യം പറഞ്ഞാൽ ആദ്യം അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്, ഇപ്പോഴൊന്നുമില്ലേ. അങ്ങനെ പിന്നെ ഓരോരുത്തരെ ലൈവിൽ പോയി അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ ഇന്നെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറേ യൂട്യൂബ് അവരിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവരെ ലൈവിലൊക്കെ പോയിട്ട് പിൻ ചെയ്താൽ കുറച്ച് നമ്മൾ ഏതൊരു ലൈവിൽ പോയാലും ഒരു 5 മിനിറ്റേലും നമ്മൾ അവിടെ നിന്നിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യും. എന്നാലാണ് അവർക്ക് ഒത്തിരി വാച്ചവറാവും. ആദ്യം നിൽക്കൊന്നും അത് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് നമ്മൾ അതേ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് അത് മനസ്സിലാവും. പറഞ്ഞാൽ മനസ്സിലായി. ആ 100 ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് ഇടൽ തുടങ്ങി. പിന്നെ അവിടുന്ന് എൻ്റെ ലൈവിലൊക്കെ ഞാൻ ഈച്ചനാട്ടിയിരുന്നേന്നു, ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഞാൻ ഷോർട്സ്, ഞാൻ എല്ലാവരും പറയും ഷോർട്സ് ഒരെണ്ണമൊക്കെ ചെയ്യാൻ പാടില്ല, ഇത്ര വീഡിയോസൊന്നും ചെയ്യാൻ പാടില്ല. 2 ഷോർട്സ് ഡെയിലി ചെയ്യും, വീഡിയോസും ചെയ്യും. വീഡിയോസ് ഇല്ലെങ്കിലും ഷോർട്സ് എന്തായാലും ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ പറ്റാവുന്നിടത്തോളം ഷോർട്സ് ചെയ്യുക. കാരണം ഷോർട്സിലൂടെ നമുക്ക് കുറേ സബ് കിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടം പോലെ സബ് ഷോർട്സിൽ കൂടെ കിട്ടും. പിന്നെ വലിയ ഷോർട്സൊക്കെ ആണെങ്കിൽ കയറിപ്പോയ വാച്ചവർ പെട്ടെന്നാവും. അതൊന്നും നമ്മളതാവില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ സബ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷോർട്സ് ചെയ്യാം. ഓരോരുത്തർ ലൈവിൽ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഫുള്ളായി കഷ്ടം അങ്ങനെ പെട്ടിട്ടില്ല. എന്നാലും കുറച്ച് വെച്ചൊക്കെ എൻ്റേതായി ഞാൻ പറയില്ല ഇത്ര മാത്രം. പിന്നെ എന്ത് കൂടുതൽ നല്ല തന്തക്ക് വിളിയും തള്ളക്ക് വിളിയും. നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം നമ്മളറിയണവരോട് ചോദിക്കുക, ഞാൻ ചാനൽ തുടങ്ങാൻ പോവാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുത്തി, ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരും. ഒറ്റയ്ക്കാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ തീരുമാനങ്ങളപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എനിക്കൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തീരുമാനങ്ങൾ അതിൻ്റേത് മാത്രമാണ്. പിന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഹോർമോൺ, ഞങ്ങൾ അപ്പുറത്തെ റഷ്യാബിത്താത്തുണ്ട്, അതിൻ്റെ മോളുണ്ട്, അവൾ ഗർഭിണിയാണ്. അവളെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവളിപ്പോഴും പറഞ്ഞു എൻ്റെ പ്രഗ്നൻസിയിലത്തെ എൻ്റെ ടൈം പോലും എൻ്റെ ഗർഭകാല സന്തോഷങ്ങൾ റംലാത്താൻ്റെ ലൈവാണെന്ന്. കാരണം അവൾ വർക്ക് ചെയ്യണേ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണ കുട്ടിയാണ്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈവ്, ഞാനൊരു ദിവസം പെട്ടെന്ന് അവർ വീട്ടിൽ പോയി എൻ്റെ ലൈവ് ഓണാക്കിയിട്ട് അവൾ വർക്ക് ചെയ്യണ കമ്പ്യൂട്ടറിൽ. അപ്പം എൻ്റെ റംലോ എൻ്റെ ലൈവ് ഇല്ലാണ്ട് ഞാൻ ലൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ വിളിക്കും. ഞാൻ പറഞ്ഞില്ല ഒരു വൈഫൈ ഉള്ള വീട് ഞങ്ങൾ അപ്പുറത്തുള്ള. ഞാൻ ലൈവ് ചെയ്തിട്ടില്ലെങ്കിൽ റഷ്യാബിത്താത്ത ഉമ്മ റംലാത്താനോട് ലൈവ് ചെയ്യാൻ പറയും. ഉമ്മ റംലാത്താനോട് ഉമ്മച്ചി വിളിക്കും, ഉമ്മച്ചി റംലാത്താനോട് ലൈവ് ചെയ്യാം. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അതേമാതിരി തന്നെ റഷ്യാബിത്താൻ്റെ ഉമ്മ എൻ്റെ ലൈവ് കാണും. വേറെ കമൻറ്റ് എന്തൊക്കെയോ അവൾ പറയുന്നുണ്ടടി, അവളെല്ലാവരെയും മുത്തേ ചക്കരയെന്നൊക്കെ വിളിക്കുന്നുണ്ടടി എന്നൊക്കെ പറയട്ടെ. അവർ കുറേ എടുത്ത് പറയാൻ പറ്റിയത്. അതേമാതിരി ഇവിടുത്തെ ചേച്ചിയുടെ മക്കളാണെങ്കിലും എന്നെ അറിയണവരാണെങ്കിലും കുറേ ആൾക്കാരുടെ പേരെടുത്ത് പറയാൻ അതുള്ളത് കൊണ്ടാണ് ഞാൻ കുറേ ആൾക്കാർക്ക് ഇതാവില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ന് ഇത് എനിക്ക് തോന്നുന്നു 100,000 സബും 4000 വാച്ചുകളൊന്നല്ല മക്കളെ. ഇപ്പത്തിൻ്റെത് $100 എന്ന വലിയ കടമ്പയുണ്ട്. അതൊന്ന് കടന്നാലാണ് നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ കയ്യിൽ എന്ന് കിട്ടുള്ളൂ. അതിന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് തോന്നുന്നു അവൾ ഇന്നെക്കാട്ടി മുന്നേ മോഡിഫിക്കേ ആയതാണ്, വാച്ച് അവർ ഫുള്ളായതാണ്. ഫുള്ളല്ല ഹാഫ് ആയതാണ്. എനിക്ക് ഫുള്ളായി, അവൾക്ക് ഹാഫ് ആയതാണ്. പക്ഷേ
$8 ആയിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് എനിക്ക് അവളെക്കാട്ടും കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ടൈം നന്നായി, നമുക്ക് ടൈമില്ല, ഒന്നും അതാണ് ടൈമില്ല. പിന്നെ എനിക്കുണ്ടല്ലോ ഇവിടെ വായ പൊട്ടിയിട്ട് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നമ്മളേതായ രീതിയിൽ കുറേ ആൾക്കാർ നമ്മളെ പലതും പറയും. ഞാനൊക്കെ ഫസ്റ്റിൽ ലൈവിൽ നന്നായിട്ട് തന്ത കുളിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്, തള കുളിച്ചിട്ടും കരഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ മെയിൻറ്റ് വെക്കരുത്. കാരണം അവർ 100ൽ 10% നമ്മളെ കുറ്റം പറയുകയാണെങ്കിൽ 90% നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒന്നിനെയും പേടിക്കരുത്. ധൈര്യമായിട്ട് പടച്ച റബ്ബിനെ മാത്രം വിചാരിച്ചിട്ട് ധൈര്യമായിട്ട് നമ്മളതിലൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ച റബ്ബ് നമുക്കത് തന്നിരിക്കും എന്നുള്ള പൂർണ്ണ ഉത്തരം എനിക്ക് കിട്ടിയത് എൻ്റെ ഇതിലൂടെയാണ്, യൂട്യൂബിലൂടെയാണ്. കാരണം ഇത്രയും പെരുത്ത് എനിക്ക് തോന്നും വ്യൂസൊക്കെ എനിക്ക് അത്യാവശ്യം വ്യൂസുള്ള ഒരാളാണ് ഞാനും. മൊത്തത്തിൽ എൻ്റെ ചാനലിൻ്റെ ഇത് നോക്കിയാൽ അറിയാം നന്നായിട്ടുണ്ട്. അപ്പം അതേമാതിരി നന്നായി കഷ്ടപ്പെടാം. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ തെറ്റുകാരല്ലാന്ന് നമ്മൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളിടത്തോളം കാലം നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഈ ചെവിട്ടി കൂടെ കേൾക്കുക, ഇപ്പുറത്തെ ചെവിട്ടി കൂടെ ഇങ്ങനെ ഊതിക്കളയുക, അതാണ് വേണ്ടത്. നമ്മളൊന്നിനെ മെയിൻറ്റ് വെക്കരുത്. കാരണം നമ്മൾ ഇതിലും വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് വന്നതാണ്, ഞാനായാലും നിങ്ങളായാലും. അപ്പം പലരും നമ്മളെ തളർത്താനുണ്ടാവും. ഞാൻ അങ്ങനെ അനുഭവിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പലവരും നമ്മളെ തളർത്താനുണ്ടാവും, മാനസികമായിട്ട് നമ്മൾ തളർത്തി നമ്മൾ ഇതിൽ നിന്ന് നിർത്തി പോകണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഫാമിലിയിൽ നിന്ന് ആണെങ്കിലും ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫാമിലിയിൽ നിന്നൊന്നും അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ തീരുമാനങ്ങൾ അത് എൻ്റേത് മാത്രമായതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു. എൻ്റെ ഉമ്മാക്ക് ഇതിനെക്കുറിച്ചൊന്നും ആകെ അറിഞ്ഞിരുന്നില്ല. എൻ്റെ മോളെന്തിനാ അങ്ങനെ പറയണേന്നൊന്നും എൻ്റെ ഉമ്മാക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല. അപ്പം ഞാൻ ഉമ്മ ഇത് ഞാൻ വേറെ ആൾക്കാരെ ലൈവൊക്കെ എടുത്തു നോക്കി. ആണുങ്ങൾ ലൈവ് ചെയ്യുമ്പോഴും അവിടെ തെറിവിളികൾ വരുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലായി. അപ്പം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾ ലൈവ് ചെയ്യുമ്പോഴും കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഗുണങ്ങൾ അവർ കാണിക്കുന്നു. അതൊന്നും നമ്മൾ മൈൻഡൊക്കെ നമ്മൾക്കായിട്ടൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിക്ക് പോയാൽ പടച്ച റബ്ബ് നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരോളം തരികയെന്നുള്ളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ല. അങ്ങനെ അന്ന് തോന്നുന്നു. അതുകൊണ്ട് പടച്ച റബ്ബ് നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു 1.5 മാസമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വെറും കുറേ കഷ്ടപ്പാടുകളിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു 1.5-45 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നിൽ നിന്ന് ഒരു വിശ്വാസം എനിക്ക് നേടിത്തന്ന ഒരു കൂട്ടുകാരത്തിൻ്റെ എൻ്റെ ജീവൻ്റെ ജീവനാണ്. ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും അവളോടാണ് ആദ്യം പറയുക, ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നീ മൈൻഡ് വെക്കരുത്. ഇന്നെ ആരെങ്കിലുമൊക്കെ തെറി വിളിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്തിനാടി അന്നിങ്ങനെ വിളിക്കണം, നീ അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിക്കരുത്. കാരണം ഞാൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവളോടാണ് ഞാൻ ദേഷ്യപ്പെടുക. നീ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൂടുതലായിട്ട് അവളോടാണ് ദേഷ്യപ്പെടുക. ഇങ്ങനെ പറയുമ്പോൾ അവൾക്കത് പേഴ്സണലി അവൾക്ക് വിഷമമാണ്. കാരണം എന്നെക്കുറിച്ച് പറയുമ്പോൾ പേഴ്സണലി അവൾക്ക് നല്ല വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അവളോട് നന്നായിട്ട് ചൂടാവാറുണ്ട്. ഐ ആം വെരി സോറി. പിന്നെയും ഞാൻ സോറി ചോദിക്കുകയാണ്. കാരണം ഞാൻ അത്രയ്ക്കും ചൂടായിട്ടുണ്ട് അവളോട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ കൂടെ തന്നെ പോവുക. വേറൊരു വരുമാനവും നമുക്ക് വേണം. ഈ യൂട്യൂബ് മാത്രമല്ല. കാരണം ഞാനിവിടെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. യൂട്യൂബ് മാത്രം നമുക്ക് ഇപ്പോൾ വരുമാനം കിട്ടുമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാലൊന്നും വേണം. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അത് നമ്മളേതായ രീതിക്ക് നേരായ മാർഗത്തിൽ കൂടെ അത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒക്കെ ഫുൾ സെറ്റ്. നേരായ മാർഗത്തിൽ കൂടെ ആവണം. ഓക്കെ, ഫുൾ സെറ്റായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.